ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് വന്നതാണ് നമ്മുടെ മസ്കറ്റ് ഫെസ്റ്റിവലിൻ്റെ. അന്നത്തെ ആ ഒരു വൈബ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഫയർ വർക്കിൻ്റെത്. ശരിക്കും നാട്ടിൽ നമ്മൾ പോയ അതേ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് അന്ന് വന്നിരുന്നത്. എനിക്ക് മാത്രമല്ല, അവിടെ നിന്ന ഓരോരുത്തർക്കും, ഓരോ മലയാളികൾക്കും നമ്മൾ പൂരമൊക്കെ ഇല്ലേ നാട്ടിൽ, അതിന് പോയൊരു ഫീലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. എന്താ വെച്ചാൽ ഈ ഒരു ഫയർ വർക്ക് നടക്കുമ്പോൾ നാട്ടിൽ നമ്മൾ ഒരുപാട് ആൾക്കൂട്ടങ്ങളൊക്കെ ഒത്തുകൂടി ഇങ്ങനെ കാണുന്നതും വീഡിയോസ് എടുക്കുന്നതും ആ ഒരു വൈബ് വേറെ തന്നെയാണല്ലേ. അപ്പം നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടും. അവിടെ നിന്ന് നമ്മളെല്ലാവരും വീഡിയോസ് പകർത്താനും കുഞ്ഞുങ്ങൾ വരെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു പിടിച്ചിട്ട് നമ്മുടെ ബേക്കിലായി. അവിടെ പോയി നിന്നോ. ഇത് ഭംഗിയാ കാണേ. ഓ വൈറ്റ്, ഓ ഗോൾഡൻ കളറായി. പിന്നെ ഓ പൊന്നെ. അതെ, പറ. മുന്നിലെ മറ്റേ ഈ മുട്ടായോ മേടിച്ചോ? അങ്ങോട്ട്
അപ്പോൾ നമ്മുടെ വെടിക്കെട്ടൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലെ പൂരം കഴിയുന്നതിൻ്റെ അവസാന ദിവസം ഇങ്ങനൊരു വെടിക്കെട്ട് ഉണ്ടാവാറില്ലേ? ഒരു ഡൈനാമിക് ഡിസ്പ്ലേയും പിന്നെ ഒരു നല്ലൊരു കലാശക്കൊട്ടൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു വെടിക്കെട്ട് നമ്മളെ എല്ലാ പൂരത്തിൻ്റെ അവസാന ദിവസം ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ കേട്ടോ ഇവിടെ വന്ന് ഇത് കണ്ടപ്പം തോന്നിയത്. ശരിക്കും നമ്മളെ നാട്ടിൽ ഉത്സവപ്പറമ്പിൽ എത്തിയോന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പുകളിൽ ഉണ്ടാവുന്ന ചന്ത പോലെ ഇവിടെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അവിടെ ചോക്ലേറ്റ്സും പാസ്ത അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നേ. നമ്മൾ അവിടെ പോയിട്ട് ഒരു പഞ്ഞിമുട്ടായി മേടിച്ചു. വലിയൊരു പഞ്ഞിമുട്ടായി ആട്ടോ മേടിച്ചിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവരത് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ പഞ്ഞിമുട്ടായൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അതിനുശേഷം ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. പക്ഷേ നടന്നിട്ടും നമ്മൾ കാഴ്ചകൾ കണ്ട് തീരുന്നില്ലായിരുന്നു. അത്രയ്ക്കും കാണാനുണ്ടായിരുന്നു കേട്ടോ. ആ പാർക്കിൻ്റെ ഒരു ഭംഗി കൂടെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അത്രയും മനോഹരമായിരുന്നു ആ പാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം നമുക്ക് ഓടി നടന്ന് കളിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നേ. അതിനിടയ്ക്ക് ഞാനൊരു 3-4 തെങ്ങ് അവിടെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ജസ്റ്റ് വീഡിയോ എടുത്തു. അപ്പം മസ്കറ്റിലെ തെങ്ങ് കണ്ടോ നിങ്ങൾ? കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അതിന് മുകളിൽ തേങ്ങയൊന്നും കണ്ടില്ല. പക്ഷേ ഒരു 5-10 തെങ്ങ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു വെള്ളക്കെട്ടിന് ചുറ്റുമായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലും എൻ്റെ കലാപരിപാടികൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ കൂട്ടിനായിട്ട് ആരി ചേച്ചിനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ റീൽസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനിടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നേ. അതിനുശേഷം ഞങ്ങൾ ചുറ്റി വളഞ്ഞ് പിന്നെ എത്തിയത് മസ്കറ്റിലെ കുറേ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ എന്തോ പാട്ടും അതുപോലെ അവർ ഡാൻസ് കളിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ഒമാനീസ് ആട്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കുറച്ച് നേരം വാച്ച് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി അവർ പാടുന്നതൊക്കെ. നമ്മൾ ഫസ്റ്റ് ടൈമാണിത് കാണുന്നത്. ഇവർ കുറേ ആൾക്കാരിരുന്ന് പാടുന്നതിനോടനുബന്ധിച്ച് അവിടെ ഡാൻസ് 2 ആൾക്കാർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കയ്യിൽ ഒരു ചെണ്ട പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അവർ കൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇതിന് ചുറ്റിലും ഒരുപാട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മലയാളികൾ മാത്രമല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഇതിങ്ങനെ വാച്ച് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് ടൈമാണല്ലോ കാണുന്നത്. ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളും കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. എപ്പോഴും എല്ലാ കാഴ്ചകളും മനോഹരമാക്കുന്നത് നമ്മളത് ആസ്വദിക്കുമ്പോഴല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ പൂരത്തിനൊക്കെ നടക്കുന്നത് പോലെ ഇവിടെ ഓരോ ഭാഗത്തായിട്ട് സ്റ്റേജ് ഷോസൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കും വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പം ഒരുപാട് പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. നടന്ന് മുന്നോട്ടെത്തിയപ്പോഴേ ഒരു കുഞ്ഞൊരു സ്റ്റാൾ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ. പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ടോയ്സൊക്കെ ആയിരുന്നു ഉള്ളത്. നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. അമ്മ എന്തൊക്കെയോ എടുത്ത് പൊക്കി കാണിക്കുന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനുള്ളിലായിട്ട് ചിപ്സും വെള്ളവും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം കണ്ട കുറച്ച് കുഞ്ഞ് അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മളൊരു കടപ്പുറത്തെത്തിയൊരു ഫീൽ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ടേ. വള്ളവും വലയും നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു കഫേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ടീ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അടുത്തത് എന്താണ് കാണാനുള്ളത്, അടുത്തത് സ്പെഷ്യലായിട്ട് എന്താണ് ഉള്ളത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. മുന്നോട്ട് പോയപ്പോൾ കുറേ കുഞ്ഞ് സ്റ്റാളുകൾ കൂടെ നമ്മൾ കാണാനിടയായിട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മുടെ മസ്കറ്റ് ഫെസ്റ്റിവൽ കാഴ്ചകളെ ഒരുപാട് മനോഹരമായിരുന്നു അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ധ്രുവും ചേട്ടനും കൂടെ ഈ ഒരു റൈഡിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.